KPSTA എളിയാവൂർ ബ്രാഞ്ച് സമ്മേളനം CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KK അനീഷൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 2024-25 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. അധ്യാപക ദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും നിയമന നിരോധനത്തിനെതിരായും DA ശമ്പള പരിഷ്കരണ കുടിശ്ശിക തരാത്തതിനെതിരെയും അധ്യാപക സമൂഹത്തിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നുവരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം KK അനീഷൻ മാസ്റ്റർ പറഞ്ഞു. 2014 ശമ്പള പരിഷ്കരണത്തിന് മികച്ച ശമ്പള പരിഷ്കരണം, അതിന്റെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക 4 ഗഡുക്കളായി കേശായി തരുമെന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് 2016 ഇടതുപക്ഷ സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ കണ്ട കാഴ്ച 8 വർഷത്തോളമായി 8.5 വർഷമായി യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നമ്മുടെ അവകാശങ്ങളും നിഷേധിക്കുന്ന ഒരു സമീപനവുമായിട്ടാണ്. ഏറ്റവും ഒടുവിലാണ് നമുക്കിപ്പോൾ DA പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോഴേക്കും 21% DA കുടിശ്ശികയായിരുന്നു. 23% DA കുടിശ്ശികയുള്ള സമയത്താണ് 2% DA പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് UK ബാലചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. ബ്രാഞ്ച് പ്രസിഡന്റ് സജിത O അധ്യക്ഷത വഹിച്ചു. വിജയശ്രീ, മിഥുൻ C, സഹീർ PK, വന്ദന P, പ്രകാശൻ A എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ ഉപജില്ലാ കമ്മിറ്റി അംഗം ശ്രീജിത്ത് KB സ്വാഗതവും ബ്രാഞ്ച് സെക്രട്ടറി നിഖിൽ KP നന്ദിയും പറഞ്ഞു. ഡിസംബർ 2 വാരം നടക്കുന്ന കണ്ണൂർ നോർത്ത് ഉപജില്ലാ സമ്മേളനത്തിലും മയിലും വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിലും ബ്രാഞ്ചിൽ നിന്നുമുള്ള പരമാവധി അംഗങ്ങളെ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. പുതിയ ഭാരവാഹികളായി KP നിഖിലിനെ സെക്രട്ടറിയായും സജിത O പ്രസിഡന്റായും ജെസി AVA ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.